ഒന്നാം സംഭവം എന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം പക്ഷെ അതൊരു വലിയ വിജയമാകാത്തത് കൊണ്ട് അത് സംഭവിക്കാൻ പോയി. ലൂസിഫർ ഒരു വലിയ വിജയമായതുകൊണ്ട് എമ്പുരാൻ സംഭവിച്ചു. എമ്പുരാൻ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ L3 കൺഫേം ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. അത് വളരെ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ആസ് ഓഫ് നൗ കൺഫേംഡ് ആണെന്ന് എനിക്ക് പറയാം. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതൊരു പാൻ ഇന്ത്യൻ തീമുള്ള കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്റർടൈൻമെന്റിന്റെ ആസ്പെക്ട്സ് ഉള്ളപ്പോഴും ലൂസിഫർ പോലെ തന്നെ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സോ അതിലൊരു തേർഡ് പാർട്ട് വന്നാലേ അതിനൊരു ഫുൾ കൺക്ലൂഷൻ വരും ആ ടൈലിൽ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ദിസ് ഫിലിം ഡസ് വെൽ ആൻഡ് ദ തേർഡ് പാർട്ട് കംസ്. മോഹൻലാൽ എന്ന താരത്തിന് കിട്ടുന്ന റെസ്പോൺസ് അത് മറ്റൊരു താരത്തിന് ലഭിക്കത്തില്ല എന്ന് വ്യക്തമായി ഇന്നേ ദിവസം മനസ്സിലാക്കാൻ കഴിയും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. മോഹൻലാൽ ഫാൻസുകാർ ഒരുക്കുന്ന പല സംഭവങ്ങളും മറ്റ് താരങ്ങളുടെ ഫാൻസുകാർ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത്ര കണ്ട് വിജയമാകാറുമില്ല. മോഹൻലാൽ ഫാൻസും മറ്റ് ആരാധകരും അത്രമേൽ വലിയ ആകാംക്ഷയോടെയാണ് ഓരോ മോഹൻലാൽ സിനിമകളെയും വീക്ഷിക്കുന്നത്. അത് വലിയൊരു സിനിമയാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല. പല കാര്യങ്ങളും അവർ ചെയ്യും. നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. മോഹൻലാലിന് അങ്ങനെയുള്ള സിനിമകൾ സംവിധായകർ കൊടുക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അതിൽ തന്നെ എടുത്തു പറയാവുന്നത് ഇപ്പോൾ പൃഥ്വിരാജിനെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴിതാ ഒരു ടീസർ വരാൻ പോവുകയാണ്. അതും മോഹൻലാലിന്റെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ. ഇതിന്റെ ടീസർ വരുമ്പോൾ മലയാള സിനിമയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ ടീസറിന് ഫാൻ ഷോ വെച്ചിരിക്കുകയാണ് എന്നതാണ് ഞെട്ടിക്കുന്നതും. അതും തലസ്ഥാനത്ത്. കേരള ഫാൻ ഷോ റെക്കോർഡ് ഹോൾഡറായ മോഹൻലാൽ ഫാൻസിന്റെ തന്നെ ഒരു പുതിയ ചുവടുവയ്പ് എന്ന് തന്നെ പറയാം. ഒരു ടീസറിനൊക്കെ ഫാൻ ഷോ വെക്കുക എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെ. അങ്ങനെയും ചിലത് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോവുകയാണ്. എന്നാൽ മലയാളത്തിൽ മാത്രമല്ല ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത് അങ്ങ് ബോളിവുഡ് വരെയാണെന്ന് പറയേണ്ടതുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബോളിവുഡിൽ നിന്നും എമ്പുരാനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. തനിക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രത്തെക്കുറിച്ച് പ്രശംസ വാക്കുകൾ പറയുമ്പോൾ പിശുക്ക് കാട്ടാത്ത സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ. അടുത്തിടെ മലയാള ചിത്രം മാർക്കയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാനെ കുറിച്ചും രാം ഗോപാൽ വർമ്മ പറയുന്ന വാക്കുകൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ്. ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അണിയറക്കാർ പുറത്തുവിട്ട പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് എക്സിൽ രാം ഗോപാൽ വർമ്മ തന്റെ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത്. വാവ്, ഇത്രയും ഗംഭീരമായ ഒരു കോൺസെപ്റ്റ് പോസ്റ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു വമ്പൻ വിജയമായിരിക്കുമെന്ന് ഈ പോസ്റ്ററിൽ തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൃഥ്വിരാജിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് രാം ഗോപാൽ വർമ്മ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് തനിക്കുള്ള പ്രതീക്ഷകൾ അദ്ദേഹം നേരത്തെയും പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം എമ്പുരാൻ അവസാന ഷെഡ്യൂൾ സമയത്ത് ലൊക്കേഷനിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. അതേസമയം നാളെ വൈകിട്ട് 6 മണിക്ക് കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചാണ് ടീസർ ലോഞ്ച് ചടങ്ങ്. രാത്രി 7:07 ടീസർ ഓൺലൈനായും റിലീസാകും. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ദിനം കൂടിയാണ് അത്. ആശീർവാദിന്റെ ആദ്യ ചിത്രമായ നരസിംഹത്തിന്റെ റിലീസ് 2000 ജനുവരി 26 മോഹൻലാലിന്റെ പുതിയ ചിത്രങ്ങളുടെ പ്രഖ്യാപനവും ആരാധകർ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക എന്ന പ്രൊഡക്ഷൻ ഹൗസിനെ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം കൂടി അന്നേ ദിവസം നടക്കുകയാണ്. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് ചിത്രം നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശീർവാദിന്റെ 25ാം വാർഷികമായതുകൊണ്ട് തന്നെ ആശീർവാദിനെ ഉറ്റുനോക്കിയാണ് എല്ലാ പ്രേക്ഷകരും. ആശീർവാദിന്റെ ഇനിയുള്ള സിനിമകളെയും വന്ന സിനിമകളെയും ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ആരാധകർ. നിർമ്മിച്ച ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കിയ ടീമാണ് ആശീർവാദ് സിനിമാസ്. അതിൽ തന്നെ ഇതുവരെ നിർമ്മിച്ചതിൽ 2 ഇൻഡസ്ട്രി ഹിറ്റുകളാണ് പിറന്നിട്ടുള്ളതും 5 ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററുകൾ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ഉണ്ടായി. രാവണപ്രഭു, രസതന്ത്രം, നരൻ, നീര്, ലൂസിഫർ. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം ദൃശ്യം പിറന്നതും ആശീർവാദിൽ നിന്ന്. ഓവർസീസിലെ ആദ്യത്തെ 50 കോടി ചിത്രം ലൂസിഫർ പിറന്നത് ആശീർവാദിൽ നിന്ന്. 2 നാഷണൽ അവാർഡ് സിനിമകൾ സ്പിരിറ്റ്, മരയ്ക്കാർ. നിലവിലെ ഏറ്റവും വലിയ FT റെക്കോർഡ് ഒടിയൻ. ഏറ്റവും കൂടുതൽ ഫാൻ ഷോ കളിച്ച സിനിമ മരയ്ക്കാർ. എല്ലാ മൈൽ സ്റ്റോണുകൾക്കും ഒറ്റ കാരണം മോഹൻലാലിന്റെ സ്വന്തം ആശീർവാദ് സിനിമാസ്. അതിന്റെ സാരഥി ആന്റണി പെരുമ്പാവൂർ. നിർമ്മിച്ച 36 സിനിമകളിൽ 35ലും നായകന്റെ പേര് മോഹൻലാൽ എന്ന് മാത്രം. അതേ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് നാളെ 25 വയസ്സ്. ഒരു നടനെ വലിയ താരം ആക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്കും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിനും ഉള്ള പങ്ക് വളരെ വലുതാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷമായി മോഹൻലാൽ എന്ന താരത്തിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആശീർവാദ് സിനിമാസ് ആണ്. കൃത്യമായ ഇടവേളകളിൽ മോഹൻലാൽ എന്ന താരത്തിന് എന്താണോ ആവശ്യം അത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന് എക്കാലത്തും സാധിച്ചിട്ടുണ്ട്. ദൃശ്യം, ലൂസിഫർ, എമ്പുരാൻ പോലെ എത്രയെത്ര മികച്ച ഉദാഹരണങ്ങൾ. കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ അവർ ഫാൻസിനും പ്രേക്ഷകർക്കും വേണ്ട അനൗൺസ്മെന്റ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമകൾ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവി ദൃശ്യം 3യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ പടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നേരത്തെ അനൗൺസ്മെന്റ് ചെയ്തത് ആണല്ലോ. എന്നിരുന്നാലും പ്രതീക്ഷിക്കാം. അമൽ നീരദ് മോഹൻലാൽ പടത്തിന്റെ അനൗൺസ്മെന്റ്, എമ്പുരാന്റെ ടീസർ, പ്രിയദർശൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന 100ാമത്തെ ചിത്രത്തിന്റെ
അനൗൺസ്മെന്റ് എന്നതൊക്കെ അടുത്ത ദിവസം പ്രതീക്ഷിക്കാമെന്ന് മോഹൻലാൽ ഫാൻസ് പേജുകൾ പറയുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്?